കഷ്ടത്തിൽ ഏറ്റവും അടുത്ത തുണ. എ ഷുവർ ഹെൽപ്പ് ഇൻ ടൈം ഓഫ് മൈ ട്രബിൾ. പ്രശ്നങ്ങളുടെ നടുക്കൂടെ പോകുന്നവർക്ക്, നമ്മൾ ഒത്തിരി കഷ്ടത്തിൽ കൂടെ പോകുമ്പോൾ എവിടുന്നേലും ഒരു പ്രകാശം വന്നാൽ നമ്മളതിനെ പിടിച്ചെടുക്കും. കാരണം നമുക്ക് ഇടത്തോട്ടോ വലതോട്ടോ മുമ്പോട്ടോ പുറകോട്ടോ പോകാൻ വയ്യാത്ത അവസ്ഥ ചിലപ്പം ജീവിതത്തിലുണ്ടാകും. പലർക്കും ഈ വീടുകൾ കടം വാങ്ങിച്ചിട്ട് വീട് പണി. ബാങ്കുകാർ പറയും കുഴപ്പമൊന്നുമില്ല, അതിന് ഇൻട്രസ്റ്റൊക്കെ ഇത്രയേ ഉള്ളൂ. പക്ഷെ അവരൊരിക്കലും വരത്തില്ല. കോമ്പൗണ്ട് ഇൻട്രസ്റ്റാണ് ഇത്. ഒന്നിൻ്റെ പുറത്ത് ഇൻട്രസ്റ്റ് കയറും. അത് എടുത്തത് 10 ലക്ഷം ആണെങ്കിൽ ഒരു 15 വർഷം കഴിയുമ്പോഴത്തേക്ക് അത് 25 വർഷം കൊടുത്തത് വെച്ചും പിന്നെ ബാക്കിയാണ് 25 കൂടെ കൊടുക്കാൻ. അങ്ങനെ എത്ര പേര് വിളിച്ച് പറയും. നമ്മൾ ആദ്യമേ എടുക്കുമ്പോൾ ഇത് വലിയ പ്രശ്നമില്ലെന്ന് വിചാരിക്കും. പക്ഷേ സമയത്ത് കൊടുത്തു തീർക്കാൻ വയ്യാതെ അവസാനം വീടും നഷ്ടപ്പെടും, സമാധാനവും നഷ്ടപ്പെടും, എല്ലാം നഷ്ടപ്പെടും. അങ്ങനെയുള്ളവർക്ക് എങ്ങോട്ട് പോകും? എങ്ങനെ സഹായിക്കാനൊക്കെ ഒക്കത്തില്ല. ഒറ്റ ഒരാശ്രയം ദൈവം മാത്രം. ദൈവം പല സമയങ്ങളിൽ ഇങ്ങനെയുള്ളവരെ സ്വന്തം ഭവനം ഇടിപ്പിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് കഴിയുമ്പോൾ ഒരു ഉയർച്ച കൊടുക്കും. പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല ഉത്തരം കിട്ടുന്നത്. എങ്കിലും ഉറച്ച വിശ്വാസം വചനത്തിലുണ്ടെങ്കിൽ ആ കഷ്ടത്തിൽ ദൈവം നമ്മളെ നടത്തും. അതാണ് കഷ്ടമില്ലാത്ത. വേറൊരു എക്സാമ്പിൾ, സ്വന്തം വീട്ടിൽ നിന്ന് നമ്മളെ അടിച്ചിറക്കിയിരിക്കുകയാണ്. ഭർത്താവിന് അമ്മയെ പേടിയാണ്. അമ്മ പറയുന്നതിനെതിരായിട്ട് ഭർത്താവ് ചെയ്യൂല. ഭാര്യ ഇറക്കി വിട്ടു. ഭാര്യ പ്രഗ്നൻ്റ് ആയിരുന്നു, കുഞ്ഞുണ്ടായി. കുഞ്ഞിന് അമ്മയും കുഞ്ഞും കൂടെ തിരിച്ചു ചെല്ലത്തില്ല. ആ ഭർത്താവ് വിളിക്കത്തുമില്ല. അവർക്ക് തിരിച്ചു കയറാൻ വയ്യ. കഷ്ടമാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളുണ്ട്. അറിഞ്ഞാണോ അറിയാതെയാണെങ്കിലും ജീവിതത്തിൽ വഴിമുട്ടി നിൽക്കുകയാണ്. എന്ത് ചെയ്യും? ആ സാഹചര്യങ്ങളിൽ വഴിമാറാതെ നിൽക്കുന്ന ഒരു യേശു വരണം. കടന്നു വന്നവൻ. ഇപ്പോൾ യേശു നമ്മുടെ പ്രയാസത്തിലേക്ക് നടന്നടുത്തോട്ട് വരുന്നു എന്നുള്ള ബോധം വരുമ്പോൾ തന്നെ നമുക്ക് ചിന്തയ്ക്ക് വ്യത്യാസം വരും. അത് പലപ്പോഴും ഒരു വ്യക്തിയിൽ കൂടായിരിക്കും, ഒരു സാഹചര്യത്തിൽ കൂടായിരിക്കും. പലപ്പോഴും യേശു ചെയ്യുന്നത് വേറൊരാളെ ഉപയോഗിച്ചിട്ടായിരിക്കാം. വി നീഡ് ഫ്രണ്ട്സ്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ പ്രയാസത്തിലും സഹായിച്ചില്ലെപ്പോലും തുറന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരാളുണ്ടെങ്കിൽ തന്നെ പ്രശ്നം പരിഹരിക്കും. അതിനെന്നാ ദൈവത്തിന് ഇത് വലിയ പ്രശ്നമാണോ? നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ കഷ്ടത്തിൻ്റെ നടുക്ക് ഇറങ്ങി വരുന്നൊരു ദൈവം ഉണ്ട് എന്ന് കഷ്ടം തീർന്നിട്ടല്ല പറഞ്ഞു കൊടുക്കേണ്ടേ, കഷ്ടസമയത്താണ്. നീ വിഷമിക്കണ്ടേ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എത്രയോ പേർക്ക് വന്നത് വെള്ളത്തിൽ വീണ് ചാകാൻ നേരത്ത് തൻ്റെ സ്വയബലം മുഴുവൻ തീരുമ്പോൾ ഒരു കൈ വന്ന് പൊക്കിയെടുക്കും. അത് 43 പറയുന്നില്ലേ? 43 യശയായി പറയുന്നുണ്ട്. നീ വെള്ളത്തിൽ കൂടെ പോയാൽ വെള്ളം നിന്നെ മുഴുങ്ങി കളയത്തില്ല. നീ അതിൽ ചത്ത് വീഴത്തില്ല. തീ കൂടെ പോയാൽ നീ അത് ചാകത്തില്ല. ഇതൊക്കെ എന്തുവാ? ജീവിത പരീക്ഷണങ്ങളാണ്. ഈ പരീക്ഷണങ്ങളിൽ കൂടെ ഒക്കെ പോകുമ്പോഴും കടന്നു വന്നിട്ടുള്ളവർക്കാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പറയാനൊക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് 30 യെശയ്യാ 30:20-21 കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്. കർത്താവ് നിങ്ങൾക്ക് ഇപ്പോൾ കഷ്ടകാലമാണ്, കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളം മാത്രം തന്നാലും ഇനി നിൻ്റെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കയില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ണുകൊണ്ടിരിക്കും. നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവീൻ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. എന്താണ്? കഷ്ടമാണ്. കഷ്ടത്തിൻ്റെ അപ്പം, ഞെരുക്കത്തിൻ്റെ വെള്ളം, വേറൊന്നും ഇല്ല മുമ്പിൽ. ജീവിതം വളരെ പ്രയാസത്തിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 കണ്ണുണ്ട്, നമുക്ക് 2 ചെവിയും തന്നിട്ടുണ്ട്, ഒരു നാവ്, ഒരു വായുള്ളൂ. പക്ഷെ 2 കണ്ണ് തന്നിരിക്കുന്നത് കാണാനാണ്, 2 ചെവി തന്നിരിക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കാനാണ്. ഇപ്പോൾ കർത്താവ് പറയുന്നത് ഇതാണ്, ഞാൻ നിനക്ക് കഷ്ടത്തിൻ്റെ അപ്പവും പിന്നെന്തോന്നാ ഞെരുക്കത്തിൻ്റെ വെള്ളം മാത്രം തന്നാലും നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിട്ട്, ഉപദേശം തരുന്നവൻ മറിഞ്ഞിട്ടില്ല. വിസ്ഡം, നോളജ്. അതായത് നീ കഷ്ടത്തിൽ കൂടെ പോകുന്ന സമയമില്ലേ, അന്നേരം നിൻ്റെ കണ്ണുകൊണ്ടല്ല നോക്കണ്ടേ, ചെവി ചോർക്കണം. ചെവി തുറക്കുക. 2 ചെവി തന്നിട്ടുണ്ട്. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കണ്ടിരിക്കും. കണ്ണുകൊണ്ട് കാണണം. ആരെ? ഈ പുറമേ കാണുന്നതല്ല, ഉപദേശിക്കുന്നവനെ. അവന് ഒരുവനാണ്, അത് യേശുവാണ്. അവനെ കാണും. പക്ഷെ കേൾവിയാണ്. നിങ്ങൾ നിങ്ങൾ എങ്ങോട്ട് തിരിയണം? വലതോട്ടോ ഇടതോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുവിൽ എന്നൊരു വാക്ക് പിറകിൽ നിന്ന് കേൾക്കും. പുറകിൽ നിന്ന് കേൾക്കാൻ തക്കവണ്ണം നിൻ്റെ ചെവി കൂർമ്മയായിട്ട് തുറന്നിരിക്കണം. ഈ സമയത്ത് മുമ്പിൽ കാണത്തില്ല. മുമ്പിൽ കാണണമെന്ന് ഇവിടെ പറയുന്നത് പലപ്പോഴും കാണത്തില്ല. കാരണം ദൈവത്തിനെ കാണുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല.
കഷ്ടസമയത്ത് നമ്മുടെ കഷ്ടം ഇങ്ങനെ മല പോലെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം അല്ല ആരും നമ്മൾ കാണില്ല. പ്രയാസമുള്ള സമയത്ത് ഒരാളോട് ഒന്ന് ഉപദേശം പറയാൻ നോക്കും, ഒറ്റ ഒരു കാര്യം അവരുടെ തലയിൽ കയറത്തില്ല. പിന്നെ നമ്മൾ പോയി അവിടെ നിൽക്കാതേ ഉള്ളൂ. അത് മതി. ദൈവം സംസാരിക്കണം. അപ്പോൾ നമ്മുടെ ജോലി അവിടെ ചെന്ന് നിന്നിട്ട് ദൈവ സാന്നിധ്യം കൊണ്ടുവരിക. സംസാരിക്കേണ്ടതും കാണിക്കേണ്ടതും ദൈവമാണ്. ആ ഒരു പദവി ഏറ്റെടുത്താൽ പിന്നെ നമുക്ക് വലിയ തലവേദനയില്ല. കാരണം നമ്മളവിടെ പോയി നിൽക്കുക, യേശുവാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് പലരും പറയത്തില്ല. കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പറഞ്ഞു, അയ്യോ ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഞാൻ അവരങ്ങ് വീണ് പോകും. ഞാനും ചിലപ്പം പറയാറുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ അവരങ്ങ് ഇല്ലാതായിപ്പോയതിന്. അല്ല, നമ്മുടെ കയ്യിലാണ് അവരിയ്ക്കുന്നത്. നമ്മുടെ ദൈവത്തിന് അത്ര കഴിവേ ഉള്ളൂ. എൻ്റെ കർത്താവിൻ്റെ ശാശ്വത ഭുജങ്ങളിൽ അവരെ താങ്ങുന്നതിനാൽ ഞാൻ പറയുന്നതെന്ന് പ്രാർത്ഥിക്കണം. കാരണം കർത്താവിനെ പ്രവർത്തിക്കാൻ ആരെങ്കിലും ഒരാൾ ഇടിവിൽ നിൽക്കേണ്ടത് ആവശ്യമുണ്ട്. ഭൂമിയും ഭൂതലത്തിലുള്ളതെല്ലാം പിശാചിന് വിറ്റ് കളഞ്ഞില്ലേ, പിന്നെ നമ്മൾ വിളിക്കാതെ യേശു വരത്തില്ല. അതുകൊണ്ട് ദാറ്റ് ലീഗൽ പ്രിൻസിപ്പിൾ ഇസ് ദർ. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രശ്നം പരിഹരിക്കുന്നത് യേശുവാണ്. അവൻ്റെ കരം നമ്മളെ ഉപയോഗിച്ചെന്നും ഇരിക്കും. കാരണം നമുക്ക് കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളമൊക്കെ വന്നാലും നിൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കത്തില്ല. നിൻ്റെ കണ്ണ് നിൻ്റെ ഉപദേഷ്ടാവിനെ കാണുന്നു. വലതോട്ടോ ഇടതോട്ടോ തിരിയുമ്പോഴും നീ ഒരു ശബ്ദം കേൾക്കും, വഴി ഇതാകുന്നു. അപ്പം കേൾക്കാൻ തക്കവണ്ണം നിൻ്റെ ചെവിയെ തുറക്കുന്നുണ്ട്, കേൾക്കാൻ തക്കവണ്ണം. അപ്പോൾ നമ്മൾ പറയുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രയാസമാണ്. നമ്മളവർ ഈ മക്കളെക്കുറിച്ചാണല്ലോ ഈ ദിവസങ്ങളിൽ എടുപ്പിക്കുന്നത്. എന്തുകൊണ്ട് നമ്മൾ പറയണം നമ്മുടെ കുഞ്ഞുങ്ങൾ വഴിതെറ്റി നടക്കുന്നു. പക്ഷേ ദിസ് ഈസ് ആൻ ഇയർ ഓഫ് ആൻസേർഡ് പ്രെയർ. ഈ 2025 കൃപയാണ്, കൃപയുടെ വർഷമാണ്. ഈ വർഷം എനിക്ക് ഉത്തരം കിട്ടണം, തന്നേ പറ്റൂ. 2025 കൃപയാണ്. എനിക്ക് അർഹിക്കാത്ത കാര്യം ഞാൻ ചോദിക്കുന്നത്, തന്നെ തന്നേ പറ്റൂ. കണ്ടിട്ടുണ്ട്. ഞങ്ങൾ കാശ്മീരിൽ ചെന്നപ്പോൾ ഇതുപോലെയായിരുന്നു. നമ്മൾ പൈസ എല്ലാം കൊടുത്തിട്ടാണ് ബസ്സിൽ ഓടിക്കുന്നത്. അവർ ബസ്സിൽ എല്ലായിടത്തും ടൂർ കൊണ്ടുപോകും. പക്ഷേ ബസ് നിർത്തി കഴിഞ്ഞാൽ ഉടനെ ഡ്രൈവർ ടിപ്പ് താന്ന് പറയും. ടിപ്പ് അവകാശം പോലെ അവർ ചോദിക്കും. നമ്മൾ ഫോറിനേഴ്സ്, നമ്മൾ അവിടുത്തെ ദേശക്കാരല്ലല്ലോ, ഫോറിനറല്ല, ഇന്ത്യക്കാർ. അപ്പോൾ നമ്മളവരെ പേടിച്ചാൽ ടിപ്പ് കൊടുക്കുന്നത്, അല്ല സ്നേഹമായിട്ടൊന്നുമല്ല കൊടുക്കും നമ്മൾ. ദൈവത്തിൻ്റെ മുമ്പിലും ചിലപ്പോൾ അങ്ങനെ ചെയ്യണം. നിർബന്ധമായിട്ട് കൃപയെ അർഹിക്കുന്നതല്ല, തന്നേ പറ്റൂ. അറിയിക്കാതെ എങ്ങനെ വാങ്ങിക്കുന്നത്? തന്നേ പറ്റൂ. പറയാൻ ധൈര്യമുണ്ട്, പറയണമെന്ന്. മൈ സീഡ് ഇസ് എ ബ്ലെസ്സിങ്. നീ അനുഗ്രഹിച്ച പൈതലാണ്. എൻ്റെ തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടത് തന്നെ. അതിനാൽ നിൻ്റെ കൈ അവരുടെ മേൽ വെച്ചിരിക്കുന്നു. ഞാൻ കാണുന്നുണ്ട് കർത്താവ്. അങ്ങനെ നമുക്ക് പറയണം. അതാണ് ഇറ്റ്സ് എൻ ഇയർ ഓഫ് ലോഡ്സ് ബ്ലെസ്സിങ്. നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. നമ്മൾ ഡിക്ലെയർ ചെയ്തെന്ന് വെച്ചാൽ ദാവീദ് ഡിക്ലെയർ ചെയ്തില്ലേ, ഇല്ലേ? ശലോമോന് ആലയം പണിയാൻ നേരത്തെ ദാവീദെല്ലാം ഉണ്ടാക്കി കൂട്ടി വെച്ചു. ദൈവം പറഞ്ഞ ദാവീദിനോട് നീയൊന്നും ഉണ്ടാക്കണ്ട, നീ അവിടെ എല്ലാം കൂട്ടി വെച്ചോ, പക്ഷെ നിൻ്റെ മകനാണ് ചെയ്യാൻ പോകുന്നത്. ദാവീദ് ചോദിച്ചു, ദൈവം പറഞ്ഞില്ല മകനാ ചെയ്യും. അപ്പോൾ ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിൽ ഭംഗിയായിട്ട് ചെയ്യാൻ നേരം ദൈവം അത് തക്ക സമയത്ത് ചെയ്തു തരും. പക്ഷെ ഞാൻ അത്ര നാളിവരെ അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണകൾ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ എന്താണ്? യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടണം. വേറെ ആരും കെട്ടല്ലേ, യഹോവയെ വിളിച്ചു വരുത്തണേ. യഹോവ തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണകൾ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ അവർക്ക് വേദനയുണ്ട്. ചന്ദ്രൻ്റെ പ്രകാശം സൂര്യൻ്റെ പ്രകാശം പോലെയും സൂര്യൻ്റെ പ്രകാശം 7 പകലിൻ്റെ പ്രകാശം പോലെ 7 ഇരട്ടിയായിരിക്കും. ആരാണ് ഈ മുമ്പിൽ വന്ന് നിൽക്കുന്നത്? ജീവനുള്ള ദൈവം. ഇത് ഞാൻ യെശയ്യാ 30:30 30 ഓർക്കാൻ എളുപ്പമാണ്. ദൈവം നമ്മുടെ തലമുറകളുടെ മേൽ ബന്ധനങ്ങളോ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ ഈ വചനങ്ങൾ എടുത്തിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് പ്രത്യാശയില്ലാത്തവരായി പോകരുത്. അതാണ് വലിയ സങ്കടം. പ്രത്യാശ മീൻസ് ഇംഗ്ലീഷിൽ ഹോപ്പ് എന്നാണ്. റോമർക്കെഴുതിയ ലേഖനം 5 പറയുന്നുണ്ട്. കഷ്ടത സഹിഷ്ണുത, സഹിഷ്ണുത സിദ്ധത പ്രത്യാശ തരുന്നു. അപ്പോൾ കഷ്ടത വരുമ്പോഴാണ് സഹിക്കാനുള്ള ശക്തി വരുന്നത്. അന്ന് വായിക്കാം. കഷ്ടത നമ്മൾ സഹിക്കാനുള്ള കൃപ തരികയാണ്. ഈ ചുമ്മാതെ വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടൊന്നും കാര്യമില്ല. ശിക്ഷണത്തിൽ കൂടെ ദൈവം. റോമർക്കെഴുതിയ ലേഖനം 5:5. കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് ഉത്തരം തരികയാണ് നമുക്ക്. നിങ്ങൾ എന്ത് പ്രശ്നത്തിൽ കൂടെ പോകുന്നോ ഞാനത് അറിയുന്നുണ്ട്. നിങ്ങളുടെ മക്കളുടെ പ്രത്യാശ നഷ്ടപ്പെടാതിരിക്കാൻ നീ പ്രാർത്ഥിച്ചു, ബാക്കി ഞാൻ ഏറ്റെടുത്തു. പ്രത്യാശയ്ക്ക് ഭംഗം വരും. അത് വായിക്കാൻ 5:3. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. പ്രത്യാശയ്ക്ക് ഭംഗം വരില്ല. അവിടെയാണ് പ്രാധാന്യം.
ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. ആരാണ് ദൈവത്തിൻ്റെ സ്നേഹം? ആരിക്കൂടെ വരുന്നത്? പരിശുദ്ധാത്മ. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. എൻ്റെ ഹൃദയത്തിൽ ഈ ദൈവസ്നേഹം പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുമ്പോൾ എൻ്റെ ഹൃദയം കലങ്ങത്തില്ല. അന്നേരമാണ് യോഹന്നാൻ്റെ സുവിശേഷം 14 പറയുന്നത്, നിൻ്റെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിക്കുക, എന്നിലും വിശ്വസിക്കുക. വളരെ മൃദുവായിട്ട് ദൈവം പറയും, ദൈവത്തിൽ വിശ്വസിക്കുക. നിൻ്റെ ഹൃദയം എന്തിനാ കലങ്ങുന്നത്? ഐ ആം ഇൻ ചാർജ്, ഐ ആം ഇൻ ചാർജ്. കേൾക്കണം. ആർക്കോ ദൂത് വരികയാണ്, ഐ ആം ഇൻ ചാർജ്. നമുക്ക് തന്നെ ആകട്ടെ കർത്താവേ. കർത്താവ് അറിയാതെ ഒന്നും വരത്തില്ല. നമ്മൾ ഈ പിശാചിനെ പൊക്കിക്കെട്ടി വലുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവൻ നിന്ദ്യനായ ചുള്ളിക്കൊമ്പെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, യെശയ്യാ 14. ചുമ്മാത് ഈ കഷ്ടം വരുന്നുണ്ട്, അയ്യോ അത് നിൻ്റെ അങ്കിൾ അവിടെ. നമ്മുടെ ഈ നോർത്ത് ഓഫ് കേരള, അതായത് തൃശ്ശൂർ സൈഡ്, ആ സൈഡിലൊക്കെ ഉള്ളവർക്ക് ഒത്തിരി അന്ധവിശ്വാസമുണ്ട്. അവരുടെ അന്ധവിശ്വാസം കണ്ട് നമ്മൾ പേടിച്ചു. എന്നും പെരുന്നാളുകളാണ്, ഓരോ പെരുന്നാളും അവിടെ ഇവിടെ. നമ്മൾ ഈ അമ്പലങ്ങളിൽ ചെന്ന് അഞ്ച് മണ്ഡപമുണ്ട്, 5 മണ്ഡപത്തിലും കൊണ്ട് നേർച്ചയിടുന്നെന്ന് പറയുന്ന പോലെ വളരെ സങ്കടകരമായ അവസ്ഥയാണ്. അങ്ങേറ്റത്തെ സൂപ്പർസ്റ്റിഷന്. അപ്പുറത്തെ ആൾ നോക്കി, ഇവർ നോക്കി, അവിടെ കൊണ്ട് നിർമ്മിച്ച് ഇത് പറയാൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിൻ്റെ സമയം കളഞ്ഞ് എൻ്റെ ദൈവത്തിൻ്റെ വചനത്തിലോട്ട് കയറാൻ ഞാൻ പറഞ്ഞു കൊടുക്കും. അത് ഈ നോർത്ത് ഓഫ് കേരളയിലാണ് ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്നത്. ഒട്ടും വചനത്തിൻ്റെ ആഴം എന്താണെന്നറിയാൻ വയ്യാത്തവർ. സങ്കീർത്തനം 27:10, എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളു. നമ്മൾ ചിലപ്പോൾ അപ്പനും അമ്മയും ഉപേക്ഷിക്കും, പക്ഷെ എന്നാലും നമ്മുടെ മക്കളെ ചേർത്തുകൊള്ളുന്ന ഒരു യഹോവയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ചില അമ്മമാർ വിളിച്ചിട്ട് അവരുടെ മക്കളെ പോറ്റാൻ വയ്യാന്ന് പറയും. ഈ വിലപ്പെടുവനുകൾ അങ്ങനെ കേട്ടോ, ഞാൻ തന്നെ എൻ്റെ ഭവനത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ബ്രദർ ജീവിച്ചിരുന്ന കാലത്ത് വലിയ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. നേരമൊക്കെ അമ്മ പറയും എനിക്ക് വഹിക്കാൻ വയ്യാന്ന് പറയും. അതേസമയത്തും ദൈവത്തിന് വിട്ടുകൊടുക്കുക, അല്ലാതെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിച്ച് കർത്താവ് ഇൻ ചാർജ് എന്ന് പറയും. അത് ചിലർ എന്തുകൊണ്ടത് സംഭവിക്കുമെന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ അറിഞ്ഞുകൂടാ. ഒന്നുകിൽ തലമുറകളുടെ മുമ്പിലുള്ള ശാപമായിരിക്കും, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അത്രയും ഉദ്ദേശിച്ചിട്ടുള്ളതായിരിക്കും. നമ്മൾ ഈ ദൈവമായിട്ടൊന്നും ചിന്തിച്ച് കാര്യമില്ലല്ലോ. പക്ഷെ കർത്താവ് ഒരിക്കലും അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. മൈ ഗോഡ് ഈസ് ഇൻ അബ്സല്യൂട്ട് കൺട്രോൾ. പ്രത്യാശയ്ക്ക് ഭംഗം വരരുത്. ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ആ സ്നേഹം ഇങ്ങനെ ഇതെല്ലാം ഹൃദയം ഇങ്ങനെ രണ്ടായിട്ട് പിളർന്നിരിക്കുന്നിടത്തോട്ട് കർത്താവിൻ്റെ രക്തം ഇങ്ങനെ, സ്നേഹത്തിൻ്റെ രക്തം ഇങ്ങനെ ഒഴുകി അതിങ്ങനെ ആ കർത്താവിൻ്റെ രക്തം ഇങ്ങനെ കട്ട പിടിക്കുമ്പോൾ അതെല്ലാം ഹൃദയം ഒന്നിച്ചായിട്ട് അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞ ജീവസ്നേഹത്തിൻ്റെ ആത്മാ പുറത്തോട്ട് ഒഴുകുന്നതായിട്ട് കാണുന്നു. അവിടെയാണ് നമ്മുടെ ജയം. ഈസ് കമ്മിങ് ബാക്ക് ടു ക്രൈസ്റ്റ് ഇല്ലേ, ഉറവയിലേക്ക്. പ്രാർത്ഥിക്കും. നാഥ, കഷ്ടത്തിൻ്റെ അപ്പവും ഞെരുക്കത്തിൻ്റെ വെള്ളവും തന്നാലും എൻ്റെ ഉപദേഷ്ടാവ് മറിഞ്ഞിരിക്കുന്നില്ല എന്ന് ഞങ്ങളോട് പറയുമ്പോൾ കഷ്ടമുണ്ട്, ദുരിതമുണ്ട്, എല്ലാം ചില ജീവിതങ്ങളിൽ മാറാതെ നിൽക്കുന്നതും ഞാൻ കാണാറുണ്ട്. ചിലരുടേത് ഇടയ്ക്കിടയ്ക്കാണ്. ചിലരെന്നും അങ്ങ് കഷ്ടം പറയുന്നത് കേൾക്കാം, എന്താണെന്ന് അറിഞ്ഞുകൂടാ. ചിലരെപ്പോഴും സന്തോഷിക്കുന്നതും കാണാറുണ്ട്. എന്താന്നേലും കഷ്ടവും ദുരിതവും ഒക്കെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ അതിലങ്ങ് താണ് കിടന്ന് പ്രത്യാശയില്ലാത്തവരാക്കല്ല. ആ സമയത്ത് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറച്ച്, നിൻ്റെ സ്നേഹം കൊണ്ട് നിറച്ച് ഞങ്ങൾ മുൻപോട്ട് പോകാൻ, കുതിച്ചുയരാൻ, കഴുകന്മാരെ പോലെ പറന്ന് കയറാൻ, മറ്റുള്ളവർക്ക് സത്യത്തിൻ്റെ വചനം പറഞ്ഞു കൊടുത്തിട്ട് ഒരു ചെറിയ താങ്ങ് കൊടുത്താൽ അവരങ്ങ് പറന്ന് കയറിക്കോളും. അങ്ങനെ പകർന്ന് കൊടുക്കുകയാണ്. അപ്പം ഞങ്ങൾ അനേക മക്കൾ ഈ കഴുകന്മാരെ പോലെ പറന്നുയരണം. അവരുടെ മനസ്സിൽ പല കാര്യങ്ങൾ ചെയ്തെടുക്കാനുള്ളത് ചെയ്തെടുക്കേണ്ട സമയമായിരിക്കുന്നു. പറക്കാൻ പഠിപ്പിക്കുന്നവൻ നീയാണല്ലോ കർത്താവേ, പറക്കട്ടെ അപ്പച്ച. ആരെങ്കിലും വീഴുന്നെങ്കിൽ തന്നെ ശാശ്വത ഭുജം പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യമായിട്ടൊന്നുമില്ല. എൻ്റെ സന്നിധിയിൽ മക്കളെ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ഭർത്താവിനെ, ഭാര്യമാരെ, അപ്പനമ്മയെ, മക്കൾ, മരുമക്കൾ, കൊച്ചുമക്കളുടെ പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, മരണത്തെ മല്ലിടുന്നവർ എല്ലാം നിൻ്റെ മുമ്പിൽ ഏൽപ്പിക്കുക. ഈ പ്രത്യാശയ്ക്ക് ഭംഗം വരുത്തല്ലേ. പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കാമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ആ വാഗ്ദത്തം ഇപ്പോൾ നിറവേറട്ടെ. സ്നേഹം വരുമ്പം, അതായത് സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ ഭയം മാറും. സ്നേഹമാണ് ജീവിതത്തിൻ്റെ, കർത്താവിൻ്റെ പേര് തന്നെ സ്നേഹം എന്നാണ്. സ്നേഹം നിറയുമ്പോൾ കർത്താവിനെ കൊണ്ടാണ് നിറയ്ക്കുന്നത്. ആ വിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറച്ചാട്ടെ. തലമുറകളിലേക്ക് ആ സ്നേഹം ഒഴുകട്ടെ.
കർത്താവിന് പരിഹരിക്കാൻ വയ്യാത്ത ഒരു പ്രശ്നമില്ലെന്നുള്ള പ്രത്യാശ ഇട്ട് കൊടുക്കുക. അവരവരുടെ വിഷമങ്ങൾ വാതുറന്ന് നിന്നോട് പറയട്ടെ. വാതുറന്ന് അടച്ചു വച്ചിരിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത് പ്രത്യാശയില്ലായ്മയാണല്ലോ കർത്താവേ. ഒരിടത്തു നിന്ന് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ ചിലപ്പം പ്രത്യാശയില്ലാതെ മിണ്ടാതിരിക്കും. ഹോപ്പ്ലെസ് സിറ്റുവേഷൻ. അങ്ങനെ ആക്കരുതേ അപ്പച്ച. ഒരു വാതുറന്ന് നിന്ന് സംസാരിക്കട്ടെ നിന്നോട്. നീ പ്രശ്നത്തിന് പരിഹാരം ഉടനടി ചെയ്തു കൊടുക്കുന്നതിനെ സ്തോത്രം. ചേറ്റിൽ നിന്നും, കുഴഞ്ഞ ചേറ്റിൽ നിന്നും, ചേറിയിൽ നിന്നും, ചെളിയിൽ നിന്നും പൊക്കിയെടുക്കുന്നതിന് കർത്താവേ നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനം 40 പറയുന്നത്, സങ്കീർത്തനക്കാരൻ കുഴഞ്ഞ ചേറ്റിൽ നിന്നും കർത്താവെ ചെളിയിൽ നിന്നും നീ ഞങ്ങളെ പൊക്കിയെടുത്ത് പാറമേൽ നിർത്തിയിരിക്കുകയാണ്. ക്രിസ്തുവാകുന്ന പാറയിൽ അവിടെ നിർത്തിക്കാട്ടെ പച്ച. ഞങ്ങളുടെ വിഷൻ മാറട്ടെ, ഞങ്ങളുടെ കണ്ണ് തുറക്കട്ടെ. 2 കണ്ണുണ്ട് ഞങ്ങൾക്ക്, 2 ചെവിയുണ്ട്. 2 കണ്ണും കാണണം, 2 ചെവിയും കേൾക്കണം. മിണ്ടാതിരുന്ന് നിന്നെ ഒന്ന് അറിഞ്ഞിട്ട് നിന്നിൽ സന്തോഷിക്കാനുള്ള കൃപ തന്നാട്ടെ. അല്പകാലത്തേക്ക് നിൻ്റെ ചിറകിൻ്റെ ഉള്ളിൽ ഞങ്ങളെ മറച്ച് സൂക്ഷിക്കുന്നതിന് നന്ദി. തലമുറകളെ അങ്ങനെ തന്നെ സൂക്ഷിച്ച് പരിപാലിക്കുന്ന സ്നേഹത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.